ഇന്നത്തെ അപ്ഡേഷൻ എന്താ വെച്ചാൽ വെള്ളം ഒരു 4-5 അടി താന്നിയുണ്ട്. അപ്പോൾ മഴ ഇപ്പോൾ പെയ്യുന്ന കുറഞ്ഞുകൊണ്ടാണ് വെള്ളം താന്നതും കാര്യങ്ങളൊക്കെ. ഇന്നലെ രാത്രി കുറച്ച് മഴ പെയ്തു, പിന്നെ രാവിലെ ആകുമ്പോഴേക്ക് മഴ ഇവിടെ കുറഞ്ഞ്. ഇവിടെ കുറയുന്നതും കുറയാത്തതൊന്നും വെള്ളത്തിനെ ബാധിക്കില്ല. ഇത് മലയോര മേഖലയാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കുറച്ച് മലയോര മേഖലയിൽ കുറച്ച് വിട്ടിട്ടാണ് നമ്മളെ കക്കാടംപൊയിൽ, പിന്നെ അതേപോലെ ഉരുള് പൊട്ടുന്ന കുറേ സ്ഥലങ്ങളുണ്ട് നമ്മളെ നാട്ടിൽ തന്നെ അടുത്തടുത്തായിട്ടുള്ള. അവിടെയൊക്കെ ഉരുളും കാര്യങ്ങളും പൊട്ടുമ്പോൾ ഇവിടുത്തെ ഇരുവഴിഞ്ഞിലാണ് വെള്ളം നിറയുക. ഇരുവഴിഞ്ഞി പുഴയിലേക്കാണ് വെള്ളം വന്ന് ചേരുന്നത്. അവിടെ നിന്നാണ് ബാക്കി പുഴയിൽ എങ്ങനെ പോകുന്നത് താഴേക്ക്. അങ്ങനെ ആദ്യം അവിടെ നിന്ന് വരുന്ന വെള്ളം വന്നിങ്ങനെ ഇരുവഴിഞ്ഞിപ്പുഴയിലെത്തി, പിന്നെ അങ്ങനെ ഒഴിഞ്ഞ് അങ്ങനെ പോകണം. അപ്പോൾ ഇതിപ്പോൾ കടലിൽ ചെന്ന് ചേരാൻ പറ്റാത്തവരാണ് എന്താ സംഭവം എന്നറിയില്ല. വെള്ളം എന്തായാലും ഇപ്പോൾ കുറച്ച് താന്നിയുണ്ട് നേരത്തെക്കാട്ടിലും. എന്നപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസമാണ്. സംഭവം എന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ കൂടുന്നതാണ്, മഴ പെയ്യുന്ന ഒരു പ്രശ്നമാണ്, ഉരുള് പൊട്ടുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ വെള്ളം എന്തായാലും താഴെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ എസിനാവും. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളെല്ലാ സാധനം കേട്ടില്ലേ നീ അച്ഛാ? വെള്ളം എന്താ അവസ്ഥ? വെള്ളം കുറെ ഇറങ്ങി. ഇനിയിപ്പോ ഒരു നല്ലൊരു മഴ ഇത് വെള്ളം വരികയാണെങ്കിൽ ഉരുളൊക്കെ പൊട്ടുകയാണെങ്കിൽ ഇങ്ങോട്ട് കയറാൻ മതി. വെള്ളം അധികം താന്നിട്ടൊന്നുമില്ല പുഴയില്. ആണല്ലേ? കുറയൂല എന്താ ഒരു അരക്കും താന്നില്ല. ഒരു 5 അടി താന്നില്ലേ? ആ 5 അടി താന്നിട്ടുള്ളൂ. അപ്പൊ അതാണ് അവസ്ഥ. 5 അടി ഉണ്ടാവില്ലേ? അപ്പോ മഴ ഇവിടെ പെയ്യുന്ന നമ്മൾ നോക്കണ്ട, ഇവിടെ ഇപ്പൊ പെയ്യുന്നില്ല, ഇപ്പൊ കുറവ് കാണുന്നുണ്ട്. പക്ഷെ മലക്ക് പെയ്യുമ്പോ അതാണ് പ്രശ്നം വരുന്നത്. അതെ, സ്ഥാനത്ത് മഴ ചെയ്താലേ അതാണ് പ്രശ്നം വരുന്നത്. ഇപ്പൊ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് ഇപ്പൊ നമ്മളെ നാട്ടിൽ വലിയ അപകടങ്ങളൊന്നും ഇപ്പൊ ആ ഉരുൾപൊട്ടലിനോടൊന്നും ഇല്ലേ നമ്മളെ നാട്ടിലേക്ക് ഉണ്ടായില്ല, ഇവിടെ ഉണ്ടായില്ല. കൊല്ലം ഭാഗത്തൊക്കെ അല്ലേ ഉണ്ടായേ? താമരശ്ശേരി ഭാഗത്തൊക്കെ ഉണ്ട്. താമരശ്ശേരി സൈഡിലേക്ക് ഉണ്ട്. അവിടെ നിന്ന് പൊട്ടുന്നതും ഇവിടുത്തെ വെള്ളത്തിലേക്ക് എഫക്റ്റ് ആവില്ല. അവിടെ നിന്ന് താഴേക്കാണ് പോകും. ഇവിടെ നിന്ന് താഴേക്ക് പോയിട്ടാണ് താമരശ്ശേരി അവിടേക്ക് എത്തുന്നത് വെള്ളം. അന്നപ്പോ ഇവിടെ എഫക്റ്റ് ആവുന്ന മലക്ക് മഴ പെയ്യുന്നതും കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ റീസൺ ആയിട്ട് പറയാൻ എന്തായാലും മഴ എന്തായാലും കുറയുന്നതും കാര്യങ്ങളും മാത്രം വെച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് വെള്ളപ്പൊക്കം വന്നപ്പോൾ കണ്ടില്ലേ ഈ മതിൽ കണ്ടോ? ഈ മതിൽ ഈ ലെവലിലേനി 2018 ഓർമ്മയിൽ വളർന്നു. ഇതിനേക്കാൾ കുറച്ച് താഴെ. അന്നപ്പോൾ എന്താ വെച്ചാൽ ഓർമ്മ എന്താ വെച്ചാൽ അതിൻ്റെ മുകളിൽ ചെരുപ്പ് എടുത്ത് വെച്ചിട്ട് അന്ന് സാധനം അപ്പുറത്തെ വീട്ടിൽ വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, സാധനങ്ങളൊന്ന് കയറ്റി വെക്കാൻ വരുമോ എന്ന് വെച്ച് രാത്രി 2 മണിക്കൊരു കോള്. അതാണ് എനിക്ക് ഓർമ്മ. അന്നത്തെ ആ ടൈമിൽ ഓർമ്മ വന്ന അന്ന് ഇവിടുത്തെ പുഴയാ, ഇങ്ങോട്ട് എടുത്ത് ചാടുക, ഇറങ്ങുക, ഗേറ്റ് തുറന്നില്ല, മതിൽ കയറി അങ്ങോട്ട് പോവുക, വാഷിംഗ് മെഷീൻ എടുത്തേക്കുക, ഫ്രിഡ്ജ് എടുത്തേക്കുക. അല്ല രക്ഷയില്ല. കാരണം എന്താ വെച്ചാൽ സാധനം അവിടെ പോയി എടുത്ത് വെക്കുക, എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരിക, എന്നിട്ട് ഇവിടുത്തെ എടുത്തേക്കുക. അന്ന് ഇവിടെ രാത്രി 2 മണിക്ക് വെള്ളം കയറാൻ സമയത്ത് തള്ളുകയാണെന്നൊക്കെ നിങ്ങൾ പറയും ചിലപ്പോൾ. എനിക്കത് കുഴപ്പമൊന്നുമില്ല. സംഭവം ഇവിടെ അന്ന് വാഷിംഗ് മെഷീൻ 7.5 കിലോൻ്റെ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. അന്ന് ആ ടൈമിൽ ഞാൻ തന്നെ എടുത്ത് മൊത്തം ഇങ്ങനെ പിടിച്ചെടുത്ത്. കാരണം വെള്ളം കയറി കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എടുത്തിട്ട് കിച്ചണിൻ്റെ മുകളിലേക്ക് എടുത്തേച്ചേനി വാഷിംഗ് മെഷീനൊക്കെ അന്ന് ആ ടൈമിൽ. അന്ന് ഇവിടെ വാഷിംഗ് മെഷീൻ വെച്ചിന്. ഇവിടെ ഒന്നും ഇതൊന്നും ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതൊന്നും ഇവിടെ കിച്ചൺ ഇപ്പോൾ മാറ്റിയതാണ്, ഇപ്പോൾ ഇങ്ങനെ ആക്കിയതാണ്. പണ്ട് ഇത്ര കിച്ചൺ സ്പേസസ് അല്ലേ? അല്ല, ഇവിടെയായിരുന്നു വാഷിംഗ് മെഷീൻ. പുറമേ എടുത്ത് ആത്തി വെച്ച്. അപ്പോൾ വെള്ളം പൈലിൽ അങ്ങോട്ട് കയറി തുടങ്ങി. അപ്പൊ വെള്ളം ഒലിക്കുന്നുണ്ട്, വെള്ളത്തിലേക്ക് ഫ്ലോയാ. വെള്ളം സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് കയറി തുടങ്ങി. നമുക്ക് അങ്ങനെയാണ്. അകത്ത് വെള്ളം ഓൾറെഡി ആണല്ലേ? അങ്ങനെയാണ് സംഭവം. വാഷിംഗ് മെഷീൻ എടുത്ത് മുകളിലേക്ക് കൊണ്ടുവച്ചിട്ട് നേരെ പോയേ ഉണ്ണിക്കുട്ടനെ വീട്ടിലേക്കാണ്. ആടെയും വാഷിംഗ് മെഷീൻ ഉണ്ടേനി, ഫ്രിഡ്ജ് ഉണ്ടേനി, അത് കയറ്റി. പിന്നെ പാപ്പൻ്റെ അവിടെ പോയി, ആടെയും ഫ്രിഡ്ജ് ഉണ്ടേനി, വാഷിംഗ് മെഷീൻ ഉണ്ടേനി, അത് മുകളിലേക്ക് കൊണ്ടുവച്ച്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഓക്കെയാണ്. പിന്നെ വെള്ളം കയറാത്ത പറഞ്ഞാൽ ഇവിടെ നമുക്ക് കയറാത്ത വീട് പറഞ്ഞാൽ എൻ്റെ വലിയച്ഛൻ്റെ വീട്ടിൽ കയറില്ല. വലിയച്ഛൻ്റെ വീട്ടിൽ ഫസ്റ്റ് തന്നെ കയറില്ല, കാരണം അവിടെ കുറച്ച് പൊന്തിച്ചുണ്ടാക്കി. അപ്പോൾ അതേപോലെ അപ്പുറത്തൊരു വീടുണ്ട്, രാജവലിച്ചൻ്റെ വീട്, അവിടെയും കയറില്ല. അവിടെയും ഒരു പൊന്തിച്ചുണ്ടാക്കിയുണ്ട്, പ്രശ്നമില്ല. അപ്പോൾ വെള്ളം ഇങ്ങനെ കയറുന്ന സ്ഥലത്ത് തല കുറച്ച് പൊന്തിച്ചുണ്ടാക്കുന്ന കുറച്ച് ബെറ്റർ ആയിരുന്നു തോന്നി ഇപ്പോഴാണ്. സംഭവം എന്താ വെച്ചാൽ അന്ന് അച്ഛൻ പണിയെടുത്ത് അച്ഛൻ്റെ ഉള്ള പൈസ വെച്ചിട്ട് അച്ഛണ്ടാക്കിയ വീടാണ്. അപ്പോൾ അന്ന് അച്ഛൻ തറ പൊന്തിച്ചുണ്ടാക്കിയില്ല. അതിനച്ഛനെ പറഞ്ഞിട്ട് കാര്യമില്ല, അന്നത്തെ ഒരു പൈസ സാമ്പത്തികമുള്ളേനി ഇല്ല അച്ഛാ. അന്നെന്ത് തറ പൊന്തിച്ചുണ്ടാക്കാഞ്ഞേ?
ആരെങ്കിലും പൊക്കാൻ പറഞ്ഞായിരുന്നു ആ സേവ് ചെയ്താ സേവ് ചെയ്താലേ സേവ് നഷ്ടമായി. സേവ് നഷ്ടമായി. പക്ഷെ വെള്ളം ആദ്യം കയറുമ്പോ ഒരു രക്ഷയില്ല, ഉള്ളു കയറും. പക്ഷെ ഒരടിയല്ല, ഒരു കല്ലിന്റെ കനവ് നോക്കുകയാണെങ്കിൽ കയറി ഇറങ്ങുമ്പോ വിഷമാ. സത്യല്ലേ? അന്ന് സാമ്പത്തികമായിട്ട് ആലോചിക്കുമ്പോ ഒരുപാടില്ല. പ്രകാശാപം പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യാൻ, നമ്മളെ മടിച്ചു. ഇവിടെ വെള്ളം വരലൊന്നുമില്ലല്ലോ. എന്റെ കുട്ടിക്കാലത്താട്ട വന്നാ പണ്ട്. പിന്നെ കുട്ടിക്കാലം പറഞ്ഞാൽ ഏതോ 4 വയസ്സുള്ളപ്പോ. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും ശ്രദ്ധിക്കുക, സേഫ് ആയിരിക്കുക. ഞങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി അപ്ഡേഷൻ നിന്ന് വെള്ളം കയറുന്നുള്ള തോട്ടിലായി ഇന്നലെ കിടന്നൊക്കെ കിടക്കുന്ന സ്ഥലം വരെ വെള്ളം കയറണ്ട. അവിടെ നിലത്താണെങ്കിൽ ഒക്കെ സാധനം എടുത്ത് വെച്ചില്ലേനി. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ സേഫാണ് ആസിഫിനോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, സേഫായിരിക്കുക. നിങ്ങളുടെ സ്ഥലത്ത് ആവശ്യം വരുമ്പോൾ ആവശ്യഘട്ടമാണെന്ന് മനസ്സിലാക്കി പുറത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യമാണെങ്കിൽ ഇറങ്ങുക, കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. എവിടെയാണെങ്കിലും ഇവിടെ കുഴപ്പമൊന്നുമില്ല, വെള്ളമൊന്നും വരില്ല. പക്ഷെ വെള്ളം വരുന്ന സ്ഥലത്തേക്ക് പോയി കളിക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. എൻജോയ് ചെയ്യണം, ലൈഫ് എൻജോയ് ചെയ്യാനുള്ള തന്നെയാണ്, ഒബ്വിയസ്ലി ആണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, മനസ്സിൽ വെക്കുക. എന്തായാലും എല്ലാം ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവൂ. കാരണം പെട്ടെന്നുള്ള ഈ ഉരുൾപൊട്ടലൊക്കെ ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല വരുന്നത്. ഉരുൾപൊട്ടുന്നൊക്കെ മലയോര മേഖലയിലുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. ഇറങ്ങി ചില്ല് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പല സാഹചര്യം കഴിഞ്ഞ 2012 ഉണ്ടായിരുന്നു. ഉരുൾപൊട്ടി എത്രയോ വീടിന്റെ മുകളിലേക്ക് മറന്നതും, അതേപോലെ പോകുന്ന വഴിക്ക് ഉരുൾപൊട്ടി വീഴുന്നതും, അങ്ങനത്തെ എന്തൊക്കെയോ കാഴ്ചകൾ നമ്മൾ കണ്ടാണ്. അതേ സംഭവം സെയിം സംഭവം റിപ്പീറ്റ് ആവാതെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുക. അത് മാത്രമേ ഉള്ളൂ, പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ.